ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പടക്കം വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. വിഷുവിൻ്റെ പടക്കം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനും അപ്പൂസും കൂടിയിട്ട് നമ്മുടെ കൊട്ടാകാടുള്ള പടക്കക്കടയിലേക്കാണ് ഞങ്ങളിന്ന് വന്നേക്കണത്. അപ്പോൾ ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങി. അപ്പോൾ എൻ്റെ കയ്യിലൊരു പാക്കറ്റ് ഫുള്ളുണ്ട്, അപ്പൂസിൻ്റെ കയ്യിലൊരു പാക്കറ്റ് ഫുള്ളുണ്ട്, അച്ഛൻ്റെ കയ്യിലൊരു പാക്കറ്റ് ഫുള്ളുണ്ട്. അപ്പോൾ ഞങ്ങളിന്നൊരു അടിപൊളിയായിട്ട് പർച്ചേസിങ് നടത്തിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരണത്. സാധാരണ നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ടാണ് എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വാങ്ങാറ്. ഇപ്രാവശ്യം ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് വാങ്ങിയത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഈ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പോൾ കോറയും അതുപോലെ തന്നെ ഡൈനൊക്കെയാണ് നമ്മൾ നോക്കിയത്. പിന്നെ ഒരു മാലപ്പടക്കം പൊട്ടി നോക്കി. അപ്പം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ വിഷു ഞങ്ങൾ അലക്കി പൊളിക്കാൻ പ്ലാനിട്ടിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പടക്കങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്തൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഗായ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പടക്കത്ത് കാണാൻ പോയല്ലോ ഗായ്സ്. അപ്പോൾ നമ്മളിത് ഇവിടെ പടക്കമൊക്കെ വാങ്ങിയതേ 3 കവറിലുണ്ട് കേട്ടോ നമ്മുടെ ഐറ്റംസ്. ഇപ്രാവശ്യം നമ്മൾ കുറച്ചാണ് വാങ്ങിയത്. അപ്പോൾ അതേ ഇന്ന് അതിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയേക്കണേ. അപ്പോൾ അല്ല ആരാധ്യ ആരാധ്യ ഓടി ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് ടൗണിൽ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചിലതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതേ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഓരോന്നെടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് ഇറക്കാം. അപ്പൂസ് ഷട്ടിടാൻ പോയിക്കാണ്, കാരണം അവനാണ് ഈ പടക്കത്തിൻ്റെ മെയിൻ ആളിട്ടാ. അവൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത്രയധികം കൂടുതൽ വാങ്ങിയത്. പല ടൈപ്പ് പുതിയത് വെറൈറ്റി സാധനങ്ങളൊക്കെ വാങ്ങിയിരിക്കണത് അവൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഇന്നത്തോടെ നമ്മുടെ പടക്കം കഴിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളത് എന്തായാലും വാങ്ങാൻ പോകും. നമ്മൾ കൊട്ടയാട് നിന്നാണ് വാങ്ങാറ് സ്ഥിരം, നമ്മൾ അവിടെ നിന്നാണ് എടുക്കാറ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ടാണ് വാങ്ങാറ്. ഇപ്രാവശ്യം ഞാൻ അപ്പൂസ് അച്ഛനും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇതേ നമ്മുടെ മുട്ടത്തലേന്ത ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ ഐറ്റംസ് നമുക്ക് എടുക്കാം എടുക്കല്ലേ. അപ്പോൾ ആദ്യം വീട്ടുകാർക്ക് അച്ഛനും ഞാനും ഞങ്ങളൊക്കെ ഗുണ്ട് അമിട്ട് അങ്ങനത്തെ മേശപ്പ് അങ്ങനത്തെ ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ചേച്ചി ഈ 2 പേര്, പിന്നെ അമ്മയ്ക്കും അവർക്ക് പൊട്ടിക്കാനുള്ള സംഗതികളാണ് ഇത് കേട്ടോ. ഇത് മത്താപ്പാണ്, കാണിച്ചു കൊടുക്ക്. ഇതാണ് അപ്പൂസ് പറഞ്ഞിട്ട് വാങ്ങിയതാണ് അല്ലേ. യെസ്. അപ്പോൾ ഇനി കമ്പിത്തിരിയൊക്കെ എടുത്ത് കമ്പിത്തിരി ഇത് കമ്പിത്തിരി എടുക്ക്. മത്താപ്പാണ് കേട്ടോ, മത്താപ്പ. ഇത് അതിൻ്റെ ഉള്ളിൽ വയ്ക്കോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് തുറന്നാൽ അത് 2 പാക്കറ്റ് മത്താപ്പുണ്ട് കേട്ടോ. ഇത് കത്തിച്ച് അവസാനിപ്പിക്കില്ലേ അല്ലേ. 4 ദിവസം മിനിമം ഒരു 4-5 ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടല്ലേ ഈ സാധനങ്ങൾ. കമ്പിത്തിരി അല്ലേ, അത് കിറ്റ്കാറ്റാണ്. അപ്പോൾ കമ്പിത്തിരി 3 പാക്കറ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണത്തിൽ 5 എണ്ണം വെച്ചിട്ടാണ്. അങ്ങനെ ഒരു 3 പെട്ടി വാങ്ങിയിട്ടുണ്ട്. അത് ഇവർക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലടാ. പറയ്. ഇതെന്താ പൂസ? പോപ്കോൺ ആണ്. നമ്മളിങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ മൂളിക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാവുന്നത് പിരി എന്ന് പറയും. യെസ്. പിന്നെന്താ ആരോഗ്യയുടെ കയ്യിൽ ഇതിൻ്റെ പേര് കോറ അല്ലേ. കോറ എന്നൊക്കെയാണ് നമ്മുടെ അവിടെ പറയണത്. ഇത് ശരിക്കുള്ള പേര് അറിയത്തില്ല. അതൊരു കവർ വാങ്ങിയിട്ടുണ്ട്, 10 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതെന്താ ആരാധ്യ തുറക്കണത്? യെസ്, മേശാപ്പുമാണ് കേട്ടോ. അതെ, ചെറിയ മേശാപ്പുമാണ്. വലുത് വാങ്ങിയിട്ട് കാര്യമില്ല, കാരണം കൂടുതൽ നേരം ചെറുതാണ് നമ്മൾ വാങ്ങിയതിലൊക്കെ നന്നായിട്ടുള്ളത്. അപ്പോൾ അതേ അപ്പൂസ് റോക്കറ്റ് അല്ലേ, സാധാ റോക്കറ്റ്. യെസ്. അടുത്തത് കാണിക്കോ. യെസ്, നമ്മൾ വാങ്ങിയത് അവരെല്ലാം കാണിച്ചു കൊടുക്കണം. ഇതെന്താ ചോന്ന കുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് പൊട്ടിക്കാനുള്ളതാണ്. ഇവിടെ ഇട്ടിട്ട് കുലുക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മളിവിടെ വാങ്ങിയേക്കണത്. ഇതെന്താ അപ്പൂസ? എവിടെ നോക്കട്ടെ, തുറക്കൂ. തലച്ചക്രം അല്ലേ. ഇത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. ഇത് നോർമലി ഇപ്പോൾ വരുന്നുണ്ട്, പക്ഷെ അത് പ്ലാസ്റ്റിക് ടൈപ്പാണ് നമ്മളിപ്പോൾ വാങ്ങിയാണത്. അതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയില്ല, അത് കാരണം കുഴപ്പമില്ല. യെസ്. ഇത് സൂമും കറക്റ്റാവുന്നില്ല. യെസ്, അതെ, ഇതാണ് നമ്മുടെ സാധനം. കേട്ടോ. യെസ്. അപ്പോൾ ഇത് എത്ര പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്? തലച്ചക്രം 2 പാക്കറ്റ് അല്ലേ. അതെ, 2 പാക്കറ്റ് തലച്ചക്രം വാങ്ങിയിട്ടുണ്ട്.
3 പാക്കറ്റ് ഉണ്ട്. ആ തലച്ചക്രം എന്തേ 3 പാക്കറ്റാണ് കേട്ടോ വാങ്ങിയാണത്. ഇത് ഇവിടെ വെച്ചോ. കാണിച്ചല്ലേ ഇത് ഇത് ആ മിട്ടാണ് മൂളിയെ പോയി പൊട്ടണത്. യെസ്, മൂളിക്ക് ഒറ്റ ഷോട്ടാണ്. ഒറ്റ ഷോട്ട്. അതെന്താ അത് തുറന്നു നോക്ക്. ആ എന്തുട്ടാ പറയേ. ആ മേശാപ്പ്. അത് ശരിക്ക് അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോകും. മരുന്നൊക്കെ ആവും കയ്യിൽ. ഇതെന്താ രതിയ വിസിലടിക്കണത് അല്ലേ? വിസിലടിക്കുന്ന റോക്കറ്റാണ് എന്താ ഇപ്പോൾ അതെ കാണുന്നത്. അത് ഇത് തന്നെയാണ്, മേശാപ്പ് തന്നെയാണ്. ഇതിപ്പോൾ അതെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ. അത് ഗുണ്ട്, അത് മാറ്റി വയ്ക്കുക. ഇതൊക്കെ നോക്കിയതാ. ഇത് മാറ്റി വയ്ക്കുക. ഇത് വെറൈറ്റി മേശാപ്പു അല്ലേ? ആ കളർ വരില്ലേ? പലതരം കളറുണ്ട്. ബ്ലൂ, റെഡ്, യെല്ലോ, ഗ്രീൻ. ഇതേതാ? പർപ്പിൾ. യെസ്, നല്ല കളർ. ഗുഡ്. അപ്പോൾ ഇത് മേശാപ്പൂവിൻ്റെ ചെറിയൊരു അനിയനെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെന്താ? ഇത് ഓലപ്പടക്കം. യെസ്, ഓലപ്പടക്കം 3 പാക്കറ്റ്. ആ 3 പാക്കറ്റ് അല്ലേ? ഇത് അപ്പൂസ് പൊട്ടിക്കില്ലേ ഓലപ്പടക്കം? ഇത് ലാത്തിരി. യെസ്, 2 വാങ്ങിയിട്ടുള്ളൂ. കുറച്ച് മതി നമുക്ക് മേശപ്പ് ഇതൊക്കെ എത്തിക്കാനല്ലേ. ഇത് ഇന്ന് പോയിട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയതല്ലേ ഇത്? ഇത് എന്തുട്ടത്? അതെന്താ? അത് ലാത്തിരി. വള്ളി ചാട്ടാന്നൊക്കെ പറയും. ഇതെന്താ സാധനം? അത് കണ്ടിട്ട് എന്തുട്ടാ? പിരി അല്ല, അത് മൂളി പോയി പൊട്ടണ അമിട്ട്. അതന്നെ ഒറ്റ ഷോട്ടാണ്. 2 ഉണ്ട്. 2 വെച്ചിട്ട് ഇവിടെ മൂളി പോയി പൊട്ടിക്കാൾ. അപ്പോൾ പൊളിക്കണ്ട, അടുത്ത പാക്കറ്റ് എടുക്കൂ. ഇതാണ് ഏറ്റവും വൃത്തികേട് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് ഉണ്ടാക്കാൻ പറ്റിയ സാധനം കേട്ടോ. സ്നേക്ക്, പാമ്പുളിക എന്ന് പറയും. പാമ്പുളിക്കാണ് അതെ. കണ്ടോ, ഏറ്റവും വിഷമാണ്. ഇതിൻ്റെ പുകയൊക്കെ അടിക്കുമ്പോൾ പ്രശ്നമാണ്. പിന്നെ കമ്പിത്തിരി നമ്മൾ കളറുകളൊന്നും അല്ല വാങ്ങിയത് അല്ലേ? നമ്മൾ ഇലക്ട്രിക് ഒക്കെയാണ് വാങ്ങിയാണ്. ഇലക്ട്രിക് അതുപോലെ തന്നെ വേറെ കളറുകളൊന്നും ഇല്ല. സാധാരണ കമ്പിത്തിരിയാണ് വാങ്ങിയത്. വേറെ ഒന്നല്ല, കളർ കമ്പിത്തിരി ആകുമ്പോൾ ഇതാണ് പുക വരും, അതാണ് പ്രശ്നം. യെസ്, ഇത് മൊത്തം മാലപ്പടക്കം അല്ലേ? ആ ഇത് മൊത്തമാണ്. ഇപ്പം എത്ര ഉണ്ട്? 5 പാക്കറ്റ്. 5 പാക്കറ്റ് അല്ലേ? ഇത് മൊത്തം നമ്മുടെ ഗുണ്ടാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ അടിക്കുന്ന ഗജേന്ദ്ര ഗുണ്ട് എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞില്ലേ? ഇനിയൊന്നുമില്ല. ഇപ്പോൾ അത് എല്ലാ പാക്കറ്റും കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള പടക്കങ്ങളിടാം. അപ്പോൾ ഈ പടക്കങ്ങളൊക്കെ ഏകദേശം വരുമ്പോൾ തന്നെ 5 രൂപയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത്രയും വാങ്ങിയത്. അപ്പോൾ അത് സാധാരണ ഒരു 1000 രൂപയുടെ വാങ്ങുകയാണെങ്കിൽ ഇതിലും കുറവായിരിക്കും. പക്ഷെ എന്തായാലും അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതെ പടക്കൊക്കെ അതെ ഇവിടെ അതെ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് മുൻകൂട്ടി വാങ്ങിയത് അവിടെ നല്ല തിരക്ക് വരും, അത് കാരണമാണ്. അപ്പോൾ പിന്നെ വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് കാണിച്ചു തരാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ വാങ്ങി വയ്ക്കാറുണ്ട്. ഇപ്പോൾ ഇത്രയും വാങ്ങിയതിന് ഏകദേശം ഒരു 5 സംതിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പടക്കത്തിന് തന്നെ. അപ്പോൾ ഇത് 5000 രൂപ ഒറ്റ 2-3 ദിവസം കൊണ്ട് പൊട്ടിച്ച് അവസാനിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ അത്. 5000 രൂപ. അപ്പോൾ 5000 രൂപയുടെ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ വിഷു ആയ കാരണം എന്തായാലും ആഘോഷിക്കണം. അപ്പോൾ അത് കാരണമാണ് നമ്മൾ പടക്കം. ഇവർ 2 പേരുണ്ട്, ഇവർക്കൊക്കെ കമ്പിത്തിരി ആയാലും മത്താപ്പായാലും പിന്നെ പടക്കങ്ങളൊന്നും ഇത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇത് പൊട്ടിക്കുന്ന സമയത്ത് ഇവരെല്ലാം ഇറങ്ങി ഓടാണ് ചെയ്യാറ്, വീടിൻ്റെ ഉള്ളിൽ ചെവി കുത്തിയിരിക്കുകയാണ് ചെയ്യാറ്. ഏകദേശം ഗുണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങിയാക്കണത്. അതൊരു 3-4 പെട്ടി ഗുണ്ട് തന്നെയുണ്ട്. പല എന്താ പറയുക, റെഡും ഉണ്ട്, അതുപോലെ തന്നെ കോറയും കൂടി ഉണ്ട്. അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല ഇവിടെ തറമ്പിച്ചാണ്. അപ്പോൾ കാറൊക്കെ എടുത്തിട്ട് റോഡ് സൈഡിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ദൂരം കൊണ്ടായിട്ടിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്യാറ്. കാരണം ചിലപ്പോൾ ഇതിൻ്റെ തറമ്പിച്ചാലും ചിലപ്പോൾ ചില്ലൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും തെറിച്ചാലും മതിയല്ലോ, നമുക്ക് വല്ല കല്ലുങ്ങട്ടൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ ചില്ലൊക്കെ പോവും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ച് തുടങ്ങലാണ് ഇനിയിപ്പോൾ ഉള്ളത്. ഞങ്ങൾ 2-3 ടെസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ കോറയും അതുപോലെ തന്നെ ഡൈനി ഓലപ്പടക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഹാപ്പി വിഷു അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ അപ്പുത? യെസ്. അപ്പോൾ ഇനി ഇത് പൊട്ടിക്കണ വീഡിയോസൊക്കെ നമുക്ക് ഇനി ഇവർക്ക് കാണിച്ചു കൊടുക്കാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കാം. എന്തെങ്കിലും പറയണ്ട? വിഷു പറയാല്ലേ അവരോട്? അഡ്വാൻസ് ഹാപ്പി വിഷു അല്ലേ? ആ അതെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? ബൈ. ആരാധ്യ ബൈ.